ഹലോ, വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദ്. നമ്മുടെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റ് എക്സാമിങ് അടുത്തെത്തി. അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുവിധ എല്ലാ പോർഷൻസും അവർ കവർ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കോൺഷ്യസ് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ഓൺ ചെയ്യുക. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിവിഷൻ ആയിട്ടും കൂടെ ഇതിനെ കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലസ് കുറച്ച് പെഡഗോജി കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഉറപ്പായിട്ട് നമുക്ക് ഈ കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ എക്സാമിന് പോവുക, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത്. ഇതിൽ ഏത് മൂല്യനിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ, ലേണിംഗ് പ്രോബ്ലംസും അതേപോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടീസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയമാണോ, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയമാണോ, സമ്മേറ്റീവ് മൂല്യനിർണ്ണയമാണോ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യനിർണ്ണയമാണോ നടത്തേണ്ടത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്കിപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് അത് കിട്ടാതെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പരിശോധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് നടത്തുന്നത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നടത്തുന്നത്, അല്ലേ? നിദാന ശോധകം, പ്രശ്നങ്ങൾ നിർണയിക്കുവാൻ കണ്ടെത്തുന്നത്. ഇനി പ്ലേസ്മെന്റ് മൂല്യനിർണ്ണയം എന്താണ്? കുട്ടികൾക്ക് പ്ലേസ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന മൂല്യനിർണ്ണയമാണ്. അതൊരു തരത്തിൽ എന്താണ്, ഓഫ് ലേണിംഗ് ആണ്, അല്ലേ? പഠനത്തെ വിലയിരുത്തലാണ്. ഇവിടെ നിദാന ശോധകത്തിൽ സംഭവിക്കുന്ന എന്താണ്, പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഏതെന്ന് പറയുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ഇനി സമ്മേറ്റീവ് മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ അവിടെ എന്തു തന്നെയാണ് സംഭവിക്കുന്നത്, പഠനത്തെ വിലയിരുത്തലാണ്, അല്ലേ? കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഏതൊക്കെ പഠന നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നു. ഇനി സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത് എപ്പോഴാണ്? എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റുകൾ കൊടുക്കാൻ, റാങ്കുകൾ കൊടുക്കാൻ, അടുത്ത ലെവലിലോട്ടൊരു പ്രമോഷൻ കൊടുക്കാനൊക്കെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, PWD ആക്ട് എന്നാണ് നിലവിൽ വരുന്നത്. 1996, 1986, 1976, 2006. അപ്പോൾ എന്നാണ് ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, അല്ലേ? PWD ആക്ട്. അതായത് പ്രത്യേക ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നൊരു ആക്ട് ആയിരുന്നു. അത് വന്നത് 1996. 95 ഈ ആക്ടിന് അംഗീകാരം ലഭിച്ചു, പക്ഷെ പ്രാബല്യത്തിൽ വരുന്നത് 96. ഇനി നിലവിൽ നമുക്ക് ഈ PWD ആക്ട് ഉണ്ടോ? നിലവിൽ നമുക്ക് PWD ആക്ട് ഇല്ല. 96 PWD ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആക്ടാണ് RPWD ആക്ട് 2016. 2016 PWD ആക്ടിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടി നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് RPWD ആക്ട് കേട്ടോ. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. അപ്പോൾ ഈ PWD ആക്ട് 1995 അംഗീകാരം ലഭിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് 95 എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്ടിൽ 7 തരത്തിലുള്ള
ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കായിരുന്നു ആ ഒരു നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2016 RPWD ആക്ട് വന്നപ്പോൾ 7 എന്നുള്ളത് 21 ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഈ ഒരു നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് പരിഗണന അല്ലെങ്കിൽ ഒരു പരിരക്ഷ ലഭിക്കുന്നത് RPWD ആക്ടിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഇവിടെ ദേശീയ തലത്തിൽ വന്നിട്ടുള്ള, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വന്നിട്ടുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മിക്കപ്പോഴും കേട്ടറ്റ് എക്സാമിന് ചോദിക്കുന്നതാണിത്. അപ്പോൾ അതൊന്ന് പഠിച്ചു പോവാം. ഇതിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ആക്ട് ആണ് കേട്ടോ. 1987 മെൻ്റൽ ഹെൽത്ത് ആക്ട് വരുന്നത്. പിന്നെ നമുക്ക് RCI ആക്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ റീഹാബിലിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്റ്റാണ് 92 RCI ആക്ട് എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ ട്രസ്റ്റ് ആക്ട് ഉണ്ട്, അത് 1999 വരുന്നത്. പിന്നെ RTE ആക്ട് ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. പിന്നെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള 2016 വന്നിട്ടുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. അപ്പോൾ ഈ നിയമങ്ങളും അത് വന്നിട്ടുള്ള വർഷവും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്കതിൻ്റെ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയർ അറിയണം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പെഡഗോജി ക്വസ്റ്റ്യൻ ആണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അല്ലേ? നിങ്ങളൊക്കെ അധ്യാപകരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നിലവിൽ ക്ലാസ് റൂമിലുള്ളത് ഏതാണ്? ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. കുട്ടികളാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ കേന്ദ്രസ്ഥാനം. അല്ലാതെ ആരല്ല? അധ്യാപകരല്ല, പാഠ്യപദ്ധതിയല്ല, പാഠ്യക്രമമല്ല. ശിശുക്കളാണ്, വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളായിട്ട് വരുന്നത്? അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, എയും ബിയും ഇവയൊന്നുമല്ല. ഏതൊക്കെയാണ്? ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത, കുട്ടികൾക്ക് കേന്ദ്രസ്ഥാനം, കുട്ടികൾക്ക് അറിവുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. അപ്പം അറിവുകൾ നിർമ്മിക്കാനായുള്ള അവസരങ്ങൾ മാത്രം ആര് കൊടുത്താൽ മതി? അധ്യാപകർ കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അനുഭവത്തിലൂടെയുള്ള പഠനവും കൊടുക്കണം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനവും കൊടുക്കണം അല്ലേ? അപ്പം ആൻസർ ഏതാണ്? എയും ബിയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രതിഭാധനനായ കുട്ടി ഏതാണ്? തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രതിഭാധനനായിട്ടുള്ള കുട്ടിയുടെ പ്രത്യേകത? പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഗിഫ്റ്റഡ് കാറ്റഗറിയാണ് അല്ലേ? IQ ലെവല് എബവ് 120, IQ ലെവല് 120 മുകളിലുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളായിട്ട് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഹൈ ലെവൽ IQ ഉള്ളൊരു കുട്ടിയുടെ പ്രത്യേകത ഇതിൽ ഏതാണ്? പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ബി, ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണ കുറവാണ്. സി, നന്നായി പഠിക്കുവാനാകുമെന്ന വിശ്വാസം അഞ്ജുവിനില്ല. ഡി, വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആശ. അപ്പം ഇതിൽ അമൃതയാണോ, ജ്യോതിയാണോ, അഞ്ജുവാണോ, ആശയാണോ പ്രതിഭാധനനായിട്ടുള്ള കുട്ടിയായിട്ട് വരുന്നത്? ഹൈ ലെവല് IQ ഉള്ള കുട്ടി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, തൻ്റെ ചുറ്റുപാടിനെ കുറിച്ചും എപ്പോഴും അറിയണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടി. അതേതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ആശയാണ്. ആശയ്ക്ക് എന്തുണ്ട്? പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ അഭിപ്രേരണ കുറവ്. ഇതൊന്നും എന്തല്ല? പ്രതിഭാധനനായിട്ടുള്ള കുട്ടിയുടെ പ്രത്യേകതയല്ല, മറിച്ച് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള അല്ലേ, ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളാണ് എന്ത് ചെയ്യുക, അവിടെ എന്ത് സംഭവിക്കുന്നു, അതിനുള്ള കാരണം എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ആശയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ വളർച്ചയും വികാസവും അത് രണ്ടും നമ്മൾ ഡിഫറൻസ് ഉറപ്പായിട്ടും പഠിച്ചു പോകണം. അതിൽ തന്നെ വികസനത്തിൻ്റെ തത്വങ്ങളുണ്ട്, അത് നോക്കണം, ട്രെൻഡുകൾ പഠിക്കണം. ഓക്കെ,
യെസ്, അപ്പോൾ ഇതിൽ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? വികസനം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെ തുകയാണ്. ബി, വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്. സി, വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടക്കുന്നു. ഡി, വികസനം പ്രവചിക്കുവാൻ സാധിക്കും. അപ്പം ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്, ശരിയല്ല. എക്സാമിന് ഇങ്ങനെ ഉണ്ടാവും, തെറ്റായത് ശരിയായത്, കൂട്ടത്തിൽ പെടുന്നതേത് പെടാത്തതേത്. അതൊക്കെ നല്ലപോലെ എന്ത് ചെയ്യണം, വായിക്കണം കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുകയുള്ളൂ. അവിടെ കൂടുതൽ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. അപ്പം ഇവിടെ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് കടക്കുന്നു. അത് വികസനത്തിൻ്റെ തെറ്റായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? വികസനം, ഡെവലപ്മെൻറ്റ് എപ്പോഴും ജനറൽ ടു പർട്ടിക്കുലർ, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, പൊതുവായിട്ടാണ് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം പഠിക്കുക. പിന്നീടാണ് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പഠിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തതേത്? സമായോജന വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. തന്നിട്ടുള്ളതിൽ സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത്, അവർക്കവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകും, അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകും, ഡി, വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റിയുടെ സ്വഭാവം അല്ലാത്തത്, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. എന്തായിരിക്കും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രത്യേകത അല്ലാത്തത്. ഏതാ വരിക? അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. ഒരിക്കലും സമായോജന വ്യക്തിത്വങ്ങൾക്ക് എന്തുണ്ടാവില്ല? അപര്യാപ്തമായ ആഗ്രഹങ്ങളല്ല, മറിച്ച് എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള പര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപര്യാപ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആരിലാണ് കാണാൻ പറ്റുക? അപസമായോജന വ്യക്തികളിലാണ് കാണാൻ പറ്റുക. അതായത് മാൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ. ബാക്കിയുള്ളതൊക്കെ തന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രത്യേകതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ ഭാഗമായിട്ട് വരാത്തത് ഏതാണ്? പൊതുവായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, ശാരീരികപരമായ ബുദ്ധി. ഏതാണ് ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? പൊതുവായ ബുദ്ധി അല്ലേ? ജനറൽ ഇൻ്റലിജൻസ്. ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ജി ഫാക്ടറും എസ് ഫാക്ടറും. ബുദ്ധിയിൽ 2 ഘടകങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്? സ്പിയർമാൻ്റെ കോൺസെപ്റ്റിൽ പഠിക്കുന്നതാണ്, 2 ഫാക്ടർ തിയറിയിൽ. ബാക്കിയുള്ളതൊക്കെ തന്നെ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ വരുന്നതാണ്. 8 തരത്തിലുള്ള ബുദ്ധിയെ പറ്റിയിട്ടാണ് ഗാർഡനർ പറയുന്നത്. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് 9 എണ്ണം കാണാൻ പറ്റും. പക്ഷേ ഇതിലെ ഒരു ഇൻ്റലിജൻസിനെ ഗാർഡനർ എന്ത് ചെയ്യുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട്. ആ പിൻവലിച്ച ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഏതാണ്? എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അസ്തിത്വപരമായ ബുദ്ധിശക്തി. അപ്പം നിലവിൽ നമുക്ക് 8 തരത്തിലുള്ള ബുദ്ധിശക്തികളാണ് ഗാർഡനറുടെ തിയറിയിൽ നിന്ന് പഠിക്കാനുള്ളത്. അവിടെ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഇങ്ങനെ 8 തരത്തിലുള്ള ബുദ്ധിയെ പറ്റിയിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് അളക്കുവാൻ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത്. നമുക്ക് എന്തളന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തുന്നത്, അത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത് വിശ്വാസയോഗ്യമായത്, സാധുവായത്, വിശ്വാസയോഗ്യമല്ലാത്തത്, അസാധുവായത്.
എന്താണോ മെഷർ ചെയ്ത് അറിയേണ്ടത് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൂല്യനിർണ്ണയം എന്താണ്? സാധുവായത്, വാലിഡ്. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് വാലിഡ് ആകുന്നത് എപ്പോഴാണ്? എന്താണ് നമുക്ക് മെഷർ ചെയ്ത് നോക്കേണ്ടത്, എന്താണ് നമുക്ക് അറിയേണ്ടത്, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമ്പോഴാണ് ആ ടെസ്റ്റ് വാലിഡായിട്ട് തീരുന്നത്. വിശ്വാസയോഗ്യമായിട്ട് തീരുക എന്ന് പറയുമ്പോൾ എപ്പോഴെന്താണ്? നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ കിട്ടുന്ന കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഫലത്തിലെ സ്ഥിരത. ഓക്കെ, സ്ഥിരതയും അതേപോലെ തന്നെ വാലിഡിറ്റിയും, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടെസ്റ്റ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ, സാധുത അതിനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പ്രത്യേകതകളൊക്കെ, ഗുണങ്ങളൊക്കെ ആ ഒരു ടെസ്റ്റിന് ഒരു പരിധി വരെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. വാലിഡിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല പരിശോധനയുടെ ഗുണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗുണങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതേത് ക്വാളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ വസ്തുനിഷ്ഠത, ഉദ്ദേശ്യാധിഷ്ഠിതമായിരിക്കുക, സമഗ്രത, സാധുത, വിശ്വാസ്യത, പ്രായോഗികത, താരതമ്യം, വിവേചനശക്തി, പ്രയോജനക്ഷമത. ഇത്തരത്തിൽ 9 ക്വാളിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് ഒരു ടെസ്റ്റ് നല്ല ഒരു ടെസ്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 9 ക്വാളിറ്റീസും എന്താണ്, എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കാനായിട്ട് മറന്നു പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന സ്ഥിരസ്ഥായിയായ പ്രയാസം, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വൈകല്യങ്ങളുണ്ടല്ലേ, പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വായനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്ഫേസിയ. വായനയിലെ ബുദ്ധിമുട്ട്, വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ തിരിഞ്ഞു പോവുക, കുത്തില്ലാതെ കോമയില്ലാതെ വായിക്കുക. ഇതൊക്കെ തന്നെയും ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? വായനാ വൈകല്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് ഡിസ്ലെക്സിയ. പ്രധാനമായിട്ട് നമുക്ക് 4 പഠന വൈകല്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് അല്ലേ, ഗണിതവുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ട്, കൂട്ടാൻ ബുദ്ധിമുട്ട്, കുറയ്ക്കാൻ ബുദ്ധിമുട്ട്, കൂട്ടുമ്പോൾ തെറ്റിപ്പോവുക, കുറയ്ക്കുമ്പോൾ തെറ്റിപ്പോവുക, ഗുണനം ചെയ്യുമ്പോൾ മാറിപ്പോവുക, ഇതൊക്കെ ഡിസ്കാൽക്കുലിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ എഴുത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പഠന വൈകല്യമാണ്. എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ മാറിപ്പോകുന്നത്, അത് ഡിസ്ഗ്രാഫിയാണ്. വായനയിൽ വരുന്നതാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നു. പിന്നെ നമുക്ക് ഡിസ്പ്രാക്സിയ ഉണ്ട് കേട്ടോ. ഡിസ്പ്രാക്സിയ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഡിസ്പാക്സിയ എന്ന് പറയുന്നത് പേശി പ്രവർത്തനത്തിലെ ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 4 പഠന വൈകല്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പഠനം സംഭവിക്കുന്നത്? ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ, മത്സരത്തിലൂടെ, സമൂഹമായിട്ട്, ഇതൊന്നുമല്ല. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. യെസ്, എങ്ങനെയാണ്? സമൂഹമായിട്ട് അല്ലെ, കൂട്ടം കൂടിയിരുന്ന് പഠിക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിലവിൽ ക്ലാസ് റൂമുകളിലൊക്കെ എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിങ്ങിനൊക്കെ അല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ വരുന്നത് സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് പഠിക്കുമ്പോഴാണ് ഫലപ്രദമായിട്ടുള്ള പഠനം സംഭവിക്കുന്നത്.
അതാണ് പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള 2-3 ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുക. ഇവിടെ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഇനി അടുത്ത കേഡറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൈലന്റ് ടീച്ചിങ് എക്സാംസിൽ നമ്മൾ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. കേഡറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ലൈവ് ബാച്ചുകളും, കൂടാതെ കേഡറ്റ് 3 നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയവയുടെ റെക്കോർഡഡ് ബാച്ചുകളുമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കലണ്ടറൊക്കെ കണ്ടു. നമുക്ക് ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വന്ന് സെപ്റ്റംബറിൽ എക്സാം നടക്കും എന്നാണ് കലണ്ടറിൽ പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് നമുക്ക് എന്തായാലും എക്സാം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. മാക്സിമം 2 മാസമാണ് ഇനി മുന്നിലുള്ള സമയം. ആ സമയങ്ങളെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. നല്ല രീതിയിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കേഡറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുക. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ കേഡറ്റിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 6 പുസ്തകങ്ങളിലായിട്ട് 12 വിഷയങ്ങളാണ് നമ്മുടെ റാങ്ക് ഫയൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ SCERT ഫാക്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള പേപ്പർ അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റാങ്ക് ഫയൽ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഒട്ടും വൈകാതെ തന്നെ ഈ ടീച്ചേഴ്സിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു ജനറൽ കേഡറ്റ് എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും നിങ്ങൾ ക്രാക്ക് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ അപ്ഡേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.